ഇന്റർസ്റ്റെല്ലാർ സ്പേസിൽ നിന്ന് നമ്മുടെ സൂര്യൻ്റെ അടുത്തേക്ക് ഒരു ഒബ്ജക്റ്റ് വരുവാണ്. ഇതൊരു ഏലിയൻ സ്പേസ് ഷിപ്പ് ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ചില സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. ഇതാണ് 3i അറ്റ്ലസ്. 2025 ജൂലൈ 1 ചിലിയിലെ അറ്റ്ലസ് സ്പേസ് ഒബ്സർവേറ്ററി ഏകദേശം 60 km/s വേഗതയിൽ സൗരയൂഥത്തിനകത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ കണ്ടു. ഇത് ഭൂമിയുടെ അടുത്തേക്കാണ് വരുന്നത് എന്നായിരുന്നു അവരുടെ പ്രാഥമിക നിഗമനം. പെട്ടെന്ന് തന്നെ ഭൂമിയിലുള്ള ഒരുപാട് ടെലസ്കോപ്പുകൾ ഈ ഒബ്ജക്റ്റിന് നേരെ തിരിഞ്ഞ് എല്ലാവരും ആ ഒബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഇത് എവിടുന്നാണ് വരുന്നത്, ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ഇത് ഭൂമിയുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെ ചോദ്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇതെന്താണ്, ഇതൊരു വാൽനക്ഷത്രമാണോ അതോ ഇത് വേറെന്തെങ്കിലും ആണോ? അപ്പോഴാണ് ജൂലൈ 16 ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ആസ്ട്രോഫിസിസ്റ്റ് ആയിട്ടുള്ള ആവി ലോയബും അയാളുടെ ടീമും ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യുന്നത്. ആവി പറഞ്ഞത് ഇതൊരു ഏലിയൻ സ്പേസ് ഷിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ്. ഇതിനുള്ള കാരണങ്ങളായിട്ട് ആവി ചൂണ്ടിക്കാണിക്കുന്നത് സാധാരണ വാൽനക്ഷത്രങ്ങൾക്ക് കോമ, ടെയില് എന്നീ 2 പാർട്ടുണ്ടാവും. 3i അറ്റ്ലസിന് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് കോമയോ ടെയിലോ ഇല്ല എന്നാണ്. മാത്രമല്ല 3i അറ്റ്ലസ് സാധാരണ കോമറ്റിനേക്കാളും ഒത്തിരി വലുതാണ്. ഏറ്റവും പെക്യൂലിയർ ആയിട്ടുള്ളത് 3i അറ്റ്ലസിന്റെ പാത്താണ്. സൂര്യനും ഗ്രഹങ്ങളുള്ള സെയിം എക്ലിപ്റ്റിക്കൽ പ്ലെയിനിലാണ് 3i അറ്റ്ലസ് സഞ്ചരിക്കുന്നത്. അതായത് സൂര്യന് ചുറ്റും ഓർബിറ്റിലാവാൻ വേണ്ടി ഒരു ഷിപ്പ് എടുക്കേണ്ട ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പാത്താണിത്. നാച്ചുറലായിട്ട് സംഭവിക്കാനുള്ള ചാൻസ് 500 മാത്രമേ ഉള്ളൂ. സോ ഇത് ശരിക്കും ഒരു സ്പേസ് ഷിപ്പ് ആണോ? കാൾ സാഗൻ പറഞ്ഞിട്ടുണ്ട്, ആവി ലോയബിന്റെ കയ്യിൽ എക്സ്ട്രാ ഓർഡിനറി എവിഡൻസ് ഉണ്ടോ? 3i അറ്റ്ലസ് ഒരു ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് ആണ്. അതായത് ഇത് നമ്മുടെ സൗരയൂഥത്തിൻ്റെ ഭാഗമല്ല, മറിച്ച് വേറെ ഏതോ നക്ഷത്രത്തിൻ്റെ അടുത്തു നിന്നും വരുന്നതാണ്. ഇക്കാര്യത്തിൽ സയൻറ്റിസ്റ്റുകളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇന്റർസ്റ്റെല്ലാർ സ്പേസിൽ നിന്ന് സൗരയൂഥത്തിലേക്ക് വരുന്ന ഐഡൻറ്റിഫൈ ചെയ്ത 3ാമത്തെ ഒബ്ജക്റ്റാണിത്. അതുകൊണ്ടാണ് ഇതിന് 3i അറ്റ്ലസ് എന്ന് പേരിട്ടത്. അറ്റ്ലസ് എന്നത് ഇത് കണ്ടുപിടിച്ച ഒബ്സർവേറ്ററിയുടെ പേരാണ്. 2017 വന്ന 1i ഒമുവാമയും 2019 2i ബൊറിസിയവുമാണ് വേറെ 2 ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്ട്സ്. ഇവ രണ്ടും കോമറ്റ് ആയിരുന്നു. ആവിയുടെ പേപ്പർ ഇറങ്ങിക്കഴിഞ്ഞ് ജൂലൈ 21 ആയപ്പോൾ നാസയുടെ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് 3i അറ്റ്ലസിന്റെ ഇമേജസ് എടുത്തു. കുറച്ചുകൂടെ ക്ലിയർ ആയ ഈ ഇമേജിൽ 3i അറ്റ്ലസിന് ഫെയിൻ്റ് ആയിട്ടുള്ള ഒരു കോമയും ടെയിലും കാണാൻ പറ്റി. സൂര്യന്റെ അടുത്തേക്ക് വരുന്തോറും ഇത് കൂടുതൽ ക്ലിയർ ആയിട്ട് വരുന്നതായിട്ടും കണ്ടു. എന്നാൽ ആഗസ്റ്റ് 16 JWST ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി വഴി 3i അറ്റ്ലസിനെ ഒബ്സർവ് ചെയ്തപ്പോൾ കണ്ടത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. നോർമലി കോമറ്റ്സ് മോസ്റ്റ്ലി ഐസും റോക്കും ആയിരിക്കും. എന്നാൽ 3i അറ്റ്ലസിന്റെ കോമയിലുള്ളത് മെയിൻലി കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇതുവരെ കണ്ട ഒരു കോമറ്റിലും ഇത്രയധികം CO2 ഇല്ല. മാത്രമല്ല 3i അറ്റ്ലസിന്റെ എസ്റ്റിമേറ്റഡ് ഏജ് എന്ന് പറയുന്നത് 3 to 11 ബില്യൺ ഇയേഴ്സ് ആണ്. സൂര്യന്റെയും സൗരയൂഥത്തിന്റെയും പ്രായം വെറും 4.6 ബില്യൺ വർഷം മാത്രമാണ്. സോ മേ ബി സൂര്യനും സൗരയൂഥത്തിനും ഒക്കെ മുമ്പേ ഉള്ള ഒരു ഒബ്ജക്റ്റ് ആയിരിക്കാം 3i അറ്റ്ലസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൗരയൂഥത്തിലെ കോമറ്റ്സിനെ വെച്ച് ഇത് കമ്പയറബിൾ അല്ല. ഐസിന്റെ സാന്നിധ്യം കുറവും CO2 കൂടുതലും ഉള്ളത് അതുണ്ടായ സ്റ്റാർ സിസ്റ്റത്തിന്റെ പ്രത്യേകത കൊണ്ടാവാം എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. മാത്രമല്ല 3i അറ്റ്ലസ് ഭൂമിയുടെ അടുത്തേക്ക് വരുന്നേ ഇല്ല. ഒക്ടോബർ 29 ഇത് സൂര്യന്റെ ഏറ്റവും അടുത്തെത്തി. അത് സൂര്യനിൽ നിന്ന് ഏകദേശം 1.36 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, അതായത് 203 മില്യൺ കിലോമീറ്റർ ദൂരെയായിരുന്നു. 3 ഒക്ടോബറിന് ഇത് ചൊവ്വയുടെ 0.19 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, അതായത് 28 മില്യൺ കിലോമീറ്റർ ദൂരെ കൂടെ കടന്നുപോയി. ഇത് ഭൂമിയുടെ ഏറ്റവും അടുത്ത് വരുന്നത് ഡിസംബർ 19 പക്ഷേ അതും 1.8 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ദൂരെയാണ്, അതായത് ഏകദേശം 269 മില്യൺ കിലോമീറ്റർ ദൂരെ. ഏകദേശം നെക്സ്റ്റ് മാർച്ച് ആകുമ്പോഴേക്കും ഇത് ജൂപ്പിറ്ററിന്റെ ഓർബിറ്റ് കൂടെ ക്രോസ് ചെയ്ത് സൗരയൂഥത്തിന് പുറത്തേക്ക് യാത്രയാവും. ഓൾമോസ്റ്റ് എല്ലാ ശാസ്ത്രജ്ഞരും പറയുന്നത് ഇതൊരു കോമറ്റ് ആണെന്ന് ഏകദേശം 100% ഷുവർ ആണെന്നാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്തിനായിരിക്കും ആവി ലോയബ് നേരത്തെ തന്നെ ഇങ്ങനൊരു പേപ്പർ ഇറക്കിയത്? ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് ഫേമസ് ആവാൻ വേണ്ടിയിട്ടാണോ? വേറൊരു വ്യൂ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ആവി ഇങ്ങനെ ഒരു ഓപ്പോസിറ്റ് വ്യൂ എടുക്കുന്നത് ഇന്റർസ്റ്റെല്ലാർ സ്പേസ് എന്ന് വരുന്ന ഒരു ഒബ്ജക്റ്റ് ഒരു കോമറ്റ് ആണെന്ന് ഫേസ് വാല്യൂവിൽ എടുക്കാതെ ഓരോ തവണയും ഒബ്ജക്റ്റീവായി നിരീക്ഷിച്ച് പ്രൂവ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് എന്നാണ്. സയൻസിന്റെ പ്രോഗ്രസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വ്യൂസ് വേണം എന്നുള്ളതുകൊണ്ടാണ്. എന്തായാലും ഇന്റർസ്റ്റെല്ലാർ സ്പേസിലൂടെ 1000 കോടി വർഷങ്ങൾ സഞ്ചരിച്ച് നമ്മുടെ സൗരയൂഥത്തിലേക്ക് വന്ന 3i അറ്റ്ലസ് അതിൻ്റെ ഒരുപാട് രഹസ്യങ്ങൾ ബാക്കിയാക്കിയിട്ട് തിരിച്ചു പോകും. സൗരയൂഥത്തിന് പുറത്തുനിന്ന് വരുന്ന പുതിയൊരു അതിഥിക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അത് കോമറ്റ് ആയാലും സ്പേസ് ഷിപ്പ് ആയാലും. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സും സയൻസിലുള്ള പുതിയ ഡെവലപ്മെൻറ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സ്റ്റേ ക്യൂരിയസ് ആൻഡ് ഫോളോ ക്യൂരിയോസ. ബൈ.